വിനാശകരമായ ഒരു യുദ്ധം കൂടി തുടങ്ങിയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചു. അഫ്ഗാനിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച പാകിസ്ഥാനായിരുന്നു യുദ്ധത്തിന് തുടക്കമിട്ടത്. പാകിസ്ഥാൻ അതിർത്തിയിൽ താലിബാൻ പട്ടാളം അനേകം പാക് പട്ടാളക്കാരെ വധിച്ചുവെന്നാണ് വിവരങ്ങൾ. തുടർന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ കാബൂളിലും കാണ്ഡഹാറിലും ബോംബാക്രമണം നടത്തി. വിമാനങ്ങളില്ലാത്തത് അഫ്ഗാനിസ്ഥാന് തിരിച്ചടിയാകുന്നു. വലിയ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. തീർച്ചയായും പാകിസ്ഥാന് യുദ്ധം നിർണായകമാകും. കാരണം തോറ്റാൽ പാകിസ്ഥാന്റെ ഒരു ഭാഗം താലിബാൻ കൊണ്ടുപോകും. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയാലാകട്ടെ താലിബാൻ സർക്കാർ നിലം പരിശാകും. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള പങ്കിട്ട അതിർത്തിയിൽ വീണ്ടും ഏറ്റുമുട്ടലുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇസ്ലാമാബാദ് അഫ്ഗാൻ താലിബാൻ സർക്കാരിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലും കാണ്ഡഹാറിലും ബോംബാക്രമണം നടത്തിയതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത്. ഈ ആഴ്ച ആദ്യം നടന്ന മാരകമായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായി അഫ്ഗാൻ സൈന്യം പാകിസ്ഥാൻ അതിർത്തിയിൽ സൈനികരെ ആക്രമിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായത്. തങ്ങളുടെ സൈന്യം 133 അഫ്ഗാൻ പോരാളികളെ കൊന്നതായി പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോൾ ആക്രമണത്തിൽ 55 പാകിസ്ഥാൻ സൈനികർ മരിച്ചതായിട്ടാണ് കാബൂളിന്റെ അവകാശവാദം. നമ്മുടെ ക്ഷമയുടെ പരിധി എത്തിയിരിക്കുന്നു. ഇനി ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ള തുറന്ന യുദ്ധമാണ്. പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാനെതിരെ ഗസാബ് ലിൽ ഹഖ് എന്ന ഓപ്പറേഷൻ ആരംഭിച്ചപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണിത്. ആക്രമണം രൂക്ഷമായപ്പോൾ ഇരു സൈന്യങ്ങളും മറുവശത്ത് ഡസൻ കണക്കിന് സൈനികരെ കൊന്നതായി പറയുന്നു. ഇത് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തൽ കൂടുതൽ അസ്ഥിരമാക്കുന്നു. കാബൂളിൽ കുറഞ്ഞത് 3 സ്ഫോടനങ്ങളും കേട്ടുവെങ്കിലും അഫ്ഗാൻ തലസ്ഥാനത്ത് ആക്രമണങ്ങൾ നടന്ന കൃത്യമായ സ്ഥലത്തെക്കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചോ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. തെക്ക് കാണ്ഡഹാറിലും തെക്ക് കിഴക്കൻ പ്രവിശ്യയായ പങ്ക്തിയയിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതായി താലിബാൻ സർക്കാർ വക്താവ് സബീഹുള്ള മുജാഹിദ് പറയുന്നു. കഴിഞ്ഞ ഞായറാഴ്ച അഫ്ഗാൻ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ മാരകമായ വ്യോമാക്രമണത്തിന് പ്രതികാരമായി വ്യാഴാഴ്ച രാത്രി അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് സൈന്യം ആക്രമണം നടത്തിയതായും 1 ഡസനിലധികം പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും അഫ്ഗാനിസ്ഥാൻ മണിക്കൂറുകൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. കരാക്രമണത്തിൽ 8 സൈനികർ കൊല്ലപ്പെട്ടതായി അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. തോർഖാം അതിർത്തി ക്രോസിംഗിന് സമീപം പാകിസ്ഥാനിൽ നിന്ന് മടങ്ങുന്ന ആളുകൾക്കുള്ള ഒരു ക്യാമ്പിൽ നിരവധി സാധാരണക്കാർക്ക് പരിക്കേറ്റതായി ഒരു അഫ്ഗാൻ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ AFP-യോട് പറഞ്ഞിരിക്കുന്നു. ക്യാമ്പിൽ ഒരു മോർട്ടാർ ഷെൽ പതിച്ചു. നിർഭാഗ്യവശാൽ ഞങ്ങളുടെ 7 അഭയാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒരു സ്ത്രീയുടെ നില ഗുരുതരം. നൻഗർഹാർ പ്രവിശ്യയിലെ ഇൻഫർമേഷൻ മേധാവി ഖുറൈഷി ബദ്ലൂൻ പറയുന്നു. ഒക്ടോബറിലെ പോരാട്ടത്തിന് ശേഷം അതിർത്തി മിക്കവാറും അടച്ചിട്ടിരിക്കുകയാണെങ്കിലും അഫ്ഗാൻ മടങ്ങിയെത്തിയവർക്ക് കടക്കാൻ അനുവാദമുണ്ട്. കാബൂൾ, കാണ്ഡഹാർ, പക്തിയ പ്രവിശ്യകളിലെ അഫ്ഗാൻ സൈനിക കേന്ദ്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈന്യം വ്യോമാക്രമണം നടത്തിയതായും 2 ബ്രിഗേഡ് താവളങ്ങൾ നശിപ്പിച്ചതായും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ സാധ്യമായ നാശനഷ്ടങ്ങളൊന്നും അവർ പരാമർശിച്ചിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വ്യോമാക്രമണത്തെ പ്രദേശത്ത് താവളമുറപ്പിച്ച തീവ്രവാദികൾക്കെതിരായ ആക്രമണമാണ് എന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ സർക്കാർ വ്യാഴാഴ്ചത്തെ അഫ്ഗാൻ ആക്രമണത്തെ പ്രകോപനമില്ലാതെയാണ് വിശേഷിപ്പിച്ചത്. സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തുവെന്ന അവകാശവാദം തള്ളിക്കളയുന്നു. അതിർത്തിക്കപ്പുറത്ത് നിന്ന് പ്രകോപനമില്ലാതെ വെടിയുതിർത്തതിന് ഇസ്ലാമാബാദ് അഫ്ഗാൻ താലിബാനെതിരെ ഓപ്പറേഷൻ ഗസാബ് ലിൽ ഹഖ് ആരംഭിച്ചപ്പോൾ കാബൂൾ, പക്തിയ, കാണ്ഡഹാർ എന്നിവിടങ്ങളിലെ അഫ്ഗാൻ താലിബാൻ പ്രതിരോധ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടു. പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അത്താഉള്ള തലാർ എക്സിൽ പോസ്റ്റ് ചെയ്ത വിവരങ്ങളാണിത്. കാബൂൾ, കാണ്ഡഹാർ, പക്തിയ എന്നിവിടങ്ങളിലെ അഫ്ഗാൻ താലിബാന്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ സൈന്യം ലക്ഷ്യമിട്ടതായി പാകിസ്ഥാൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണങ്ങളിൽ കാബൂളിൽ കുറഞ്ഞത് 2 ബ്രിഗേഡ് ആസ്ഥാനങ്ങളെങ്കിലും തകർന്നിട്ടുണ്ട്. കാണ്ഡഹാറിൽ ഒരു കോർപ്സ് ആസ്ഥാനവും ഒരു ബ്രിഗേഡ് ആസ്ഥാനവും തകർന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. കാണ്ഡഹാറിൽ ഒരു വെടിമരുന്ന് ഡിപ്പോയും ലോജിസ്റ്റിക്സ് ബേസും നശിപ്പിച്ചതായി, പക്തിയയിൽ ഒരു കോർപ്സ് ആസ്ഥാനം നശിപ്പിച്ചതായും അവകാശപ്പെടുന്നുണ്ട്. അഫ്ഗാൻ താലിബാന്റെ ആക്രമണത്തെ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി അപലപിച്ചു. അഫ്ഗാൻ താലിബാന്റെ തുറന്ന ആക്രമണത്തിന് പാകിസ്ഥാൻ സായുധ സേന ഉചിതമായി മറുപടി നൽകിയതായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മേധാവി കൂടിയായ നഖ്വി എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഭീരുവായ ശത്രു രാത്രിയുടെ ഇരുട്ടിൽ ആക്രമണം നടത്തി. അഫ്ഗാൻ താലിബാൻ നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യം വെക്കാൻ നിന്ദ്യമായ ശ്രമമാണ് നടത്തിയത്. രാജ്യം സായുധ സേനയ്ക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ്. അഫ്ഗാൻ താലിബാൻ ആക്രമിച്ചതിലൂടെ ഭയങ്കരമായ തെറ്റ് ചെയ്തു. അവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഞങ്ങളുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. അപകട മരണസംഖ്യയിലെ പൊരുത്തക്കേട് ഇരു വിഭാഗങ്ങളും റിപ്പോർട്ട് ചെയ്ത നാശനഷ്ടങ്ങളുടെ കണക്കുകൾ വളരെ വ്യത്യസ്തമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. 55 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായി അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അവരിൽ ചിലരുടെ മൃതദേഹങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിരവധി പേരെ ജീവനോടെ പിടികൂടി. 8 പേർ കൊല്ലപ്പെട്ടതായും 11 പേർക്ക് പരിക്കേറ്റതായും മന്ത്രാലയം അറിയിക്കുന്നു. 19 പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളും 2 താവളങ്ങളും നശിപ്പിച്ചതായും ആക്രമണം ആരംഭിച്ച ഏകദേശം 4 മണിക്കൂറിന് ശേഷം അർദ്ധരാത്രിയോടെ പോരാട്ടം അവസാനിച്ചതായും മന്ത്രാലയം അറിയിച്ചു. എന്നാലും കൊല്ലപ്പെട്ട പാകിസ്ഥാൻ സൈനികരുടെ എണ്ണം 2 ആണെന്നും 3 പേർക്ക്
പരിക്കേറ്റതായും പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അത്തൗള്ള തരാർ പറയുന്നു. 36 അഫ്ഗാൻ പോരാളികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എക്സിലെ ഒരു പോസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പ്രകോപനമില്ലാത്ത വെടിവെപ്പിന് പാകിസ്ഥാൻ ശക്തവും ഫലപ്രദവുമായ പ്രതികരണം നൽകുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വക്താവ് മൊഷറഫ് അലി സൈഫി പാകിസ്ഥാൻ സൈനികരെ പിടികൂടിയിട്ടില്ല എന്ന വാർത്ത നിഷേധിച്ചിരിക്കുന്നു. പിന്നീട് എക്സിൽ ഒരു പോസ്റ്റിൽ കുറഞ്ഞത് 133 അഫ്ഗാൻ പോരാളികൾ കൊല്ലപ്പെട്ടുവെന്നും 200-ലധികം പേർക്ക് പരിക്കേറ്റു എന്നും 27 അഫ്ഗാൻ പോസ്റ്റുകൾ നശിപ്പിക്കപ്പെട്ടുവെന്നും 9 പോരാളികളെ പിടികൂടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരകൾ എവിടെയാണ് മരിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. കാബൂൾ, പക്തിയ, കാണ്ഡഹാർ സൈനിക ലക്ഷ്യങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. തോർഖാം അതിർത്തി പ്രദേശത്ത് ഇരുപക്ഷവും വെടിവെപ്പ് നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. നിരവധി അഭയാർത്ഥികൾക്ക് പരിക്കേറ്റതിനെ തുടർന്ന് അഫ്ഗാൻ അധികൃതർ തോർഖാം അതിർത്തി ക്രോസിംഗിന് സമീപമുള്ള ഒരു അഭയാർത്ഥി ക്യാമ്പ് ഒഴിപ്പിക്കുകയായിരുന്നു എന്ന് തോർഖാമിന്റെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് അവയർനെസ് ബോർഡ് മേധാവി ഖുറൈഷി ബാട്ലോൺ വെളിപ്പെടുത്തുന്നു. ക്യാമ്പിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 13 സാധാരണക്കാർക്ക് പരിക്കേറ്റതായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിലുമുണ്ട്. അതിർത്തിയുടെ പാകിസ്ഥാൻ ഭാഗത്ത് താമസക്കാരും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പോലീസ് വെളിപ്പെടുത്തുന്നു. അതേസമയം അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങാൻ കാത്തിരുന്ന ചില അഫ്ഗാൻ അഭയാർത്ഥികളെയും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2023 ഒക്ടോബറിൽ പാകിസ്ഥാൻ കുടിയേറ്റക്കാർക്കെതിരെ വ്യാപകമായ നടപടികൾ ആരംഭിച്ചിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളെ പുറത്താക്കിയിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വെടിയുതിർത്ത മോർട്ടാറുകൾ സമീപ ഗ്രാമങ്ങളിൽ പതിച്ചതായി പാകിസ്ഥാൻ പോലീസ് അറിയിക്കുന്നുണ്ട്. എന്നാൽ സാധാരണക്കാർക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുകളില്ല. പാകിസ്ഥാൻ അതിന്റെ പ്രാദേശിക സമഗ്രതയും പൗരന്മാരുടെ സുരക്ഷതയും ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. രാത്രിയിൽ സൈനിക വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിന്റെയും കനത്ത വെടിവെപ്പിന്റെ ശബ്ദത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അഫ്ഗാൻ സൈന്യം പുറത്തുവിട്ടിരുന്നു. പാകിസ്ഥാൻ സൈനിക ഭരണകൂടത്തിന്റെ നിരവധി പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും അവർ അവകാശപ്പെടുന്നുണ്ട്. വീഡിയോ സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വിവരങ്ങൾ. പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനം തങ്ങളുടെ സൈന്യം വെടിവെച്ചിട്ടതായി അഫ്ഗാനിസ്ഥാനും അവകാശപ്പെടുന്നു. ഒരു വിമാനത്തിന്റെ അവശിഷ്ടം തീപിടിച്ചതിന്റെ വീഡിയോയും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അൺപാക് ടെൻഷനുകൾ ഒക്ടോബറിൽ നടന്ന മാരകമായ അതിർത്തി ഏറ്റുമുട്ടലുകളിൽ ഡസൻ കണക്കിന് സൈനികരും സാധാരണക്കാരും സംശയിക്കപ്പെടുന്ന തീവ്രവാദികളും കൊല്ലപ്പെട്ടതോടെ മാസങ്ങളായി 2 അയൽ രാജ്യങ്ങൾക്കിടയിൽ സംഘർഷം നിലനിൽക്കുകയാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം ആവശ്യമായ സിവിലിയന്മാരെ സംരക്ഷിക്കണമെന്നും നയതന്ത്രത്തിലൂടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് തുടരണമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇരുപക്ഷത്തോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.